മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി. നടനും നിർമ്മാതാവും സംവിധായകനുമായ സൗബിൻ ഷാഹിറിന്റെ ഓഫീസിൽ IT റെയ്ഡ് പുരോഗമിക്കുകയാണ്. നികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, കണക്കുകൾ മറച്ചുവെച്ച് പെരുമാറിയെന്ന് IT വകുപ്പ് അറിയിക്കുന്നു. റെയ്ഡ് നടക്കുമ്പോൾ സൗബിനും സ്ഥലത്ത് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അരുൺ ശങ്കർ പുതിയ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അരുൺ, എത്ര സമയമെടുക്കുകയാണിപ്പോൾ ഈ പരിശോധന? എന്തൊക്കെ പരിശോധനയിൽ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ IT വകുപ്പ് പങ്കുവയ്ക്കുന്നുണ്ട്? ക്രമക്കേടുകൾ സംബന്ധിച്ചൊക്കെ എന്താണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ സൗബിൻ ഷാഹിന്റെ നിർമ്മാതാവും സംവിധായകനും നടനുമായ സൗബിൻ ഷാഹിന്റെ വീട്ടിൽ IT വകുപ്പ് റെയ്ഡ് നടത്തുന്നത്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ റെയ്ഡാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. സൗബിൻ ഷാഹിർ ഈ സമയത്ത് വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ എത്തുമ്പോൾ സൗബിൻ ഷാഹിർ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവർ കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. ക്യാമറ കണ്ട ഉടനെ സൗബിൻ വീടിനകത്തേക്ക് മാറിക്കളയുകയായിരുന്നു. ഇപ്പോഴും വീട്ടിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ മാത്രമല്ല, ഡ്രീം ബിഗ് ഫിലിംസ് എന്ന വിതരണ കമ്പനിയിലും സമാന്തരമായി റെയ്ഡ് നടത്തുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സിൻ്റെ ആഗോള വിതരണം ഈ ഡ്രീം ബിഗ് ഫിലിംസിനായിരുന്നു. ഇവർ ഇതിനുമായി ബന്ധപ്പെട്ടുണ്ടായുള്ള വരുമാനത്തിൽ കൃത്രിമത്വം നടത്തി, തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആരോപണം. ഇത് സംബന്ധിച്ചുള്ള രേഖകളാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഒരുപക്ഷെ ഇത് ഈ നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധികളാകാം. അങ്ങനെ ആളുകളൊക്കെ വിളിച്ചു വരുത്തി കൃത്യമായ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. രാവിലെ 8 മണിയോടുകൂടിയാണ് ആദായ നികുതി വകുപ്പ് സംഘം സൗബിൻ ഷാഹിൻ്റെ വീട്ടിലെത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റെയ്ഡിൽ എന്തൊക്കെ തിരിമറികൾ കണ്ടെത്തി എന്നുള്ളത് ഈ റെയ്ഡ് പൂർത്തിയായതിനു ശേഷമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഈ സിനിമയെ ബന്ധപ്പെട്ടിട്ടുള്ള നേരത്തെയും ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പ് ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഈ സിനിമയിൽ മുതൽ മുടക്കിയ ഒരാൾ തനിക്ക് ഇത് അർഹിച്ച വിഹിതം കിട്ടിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു. അതിന് പിന്നാലെ ED റെയ്ഡ് ഉൾപ്പെടെ നടന്നിരുന്നു. ഇപ്പോൾ ഇൻകം ടാക്സ് കൂടി ഈ വിഷയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണം സംബന്ധിച്ചുള്ള പരിശോധനകളാണ് സൗബിൻ ഷാഹിറിന്റെ കൊച്ചിയിലെ വീട്ടിൽ നടത്തുന്നത്. ഇവിടെ മാത്രമല്ല, ഈ സിനിമയുടെ വിതരണം ഏറ്റെടുത്തിരുന്ന ഡ്രീം ബിഗ് ഫിലിംസിന്റെ ഓഫീസിലും ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണ്. അരുൺ ശങ്കറാണ് സൗബിൻ ഷാഹിറിന്റെ വീട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അങ്ങനെ IT യുടെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്.